ഈ കാണുന്നതാണ് ഈ കർഷകന്റെ പണിയായുധങ്ങൾ. ടെറസ് കൃഷിക്ക് ഉപയോഗിക്കുന്ന കാർഷികോപകരണങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. താരതമ്യേന വലുപ്പം കുറഞ്ഞ ഉപകരണങ്ങളാണ് വാരം കോരാനും മണ്ണിളക്കാനുമൊക്കെ ഉപയോഗിക്കുന്നത്. പൂർണ്ണമായും രാസവള പ്രയോഗം ഒഴിച്ചു നിർത്തിയാണ് വാദ്യാർ ടെറസ് കൃഷി നടത്തുന്നത്. ജൈവവളങ്ങൾ, ചാണകം, കമ്പോസ്റ്റ്, കപ്പലണ്ടി പിണ്ണാക്ക്, പൂജയ്ക്കെടുത്ത പൂക്കൾ, കഞ്ഞിവെള്ളം തുടങ്ങിയവയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന വളങ്ങൾ. സൂര്യവെളിച്ചം നേരിട്ടടിക്കുന്നതിനാലും ചോല ഒഴിവായതിനാലും സാധാരണഗതിയിൽ തോട്ടത്തിൽ കീടബാധയുണ്ടാകാറില്ല. എങ്കിലും പ്രതിരോധ മാർഗമെന്ന നിലയിൽ മഞ്ഞൾ, ചുണ്ണാമ്പ്, വെളുത്തുള്ളി, ഗുരുതി, പുകയില കഷായം എന്നിവ കീടങ്ങളെ തുരത്താൻ ഉപയോഗിക്കാറുണ്ട്. കാറ്റുവീഴ്ചയോ മറ്റു പ്രകൃതിക്ഷോഭങ്ങളോ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്നും വാദ്യാർ പറയുന്നു. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാതെയുള്ള പച്ചക്കറി കൃഷിയിലൂടെ മെട്രോ നഗരിയിൽ മാതൃകയാവുകയാണ് ARS വാദ്യാർ. രാസവളങ്ങളുടെ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ ടെറസിന് മുകളിൽ ഉണ്ടാക്കാനാവുന്നതിൻ്റെ ആത്മസംതൃപ്തിയാണ് ഈ മുഖത്ത് പ്രതിഫലിക്കുന്നത്. ഇവിടെയുണ്ടാകുന്ന പച്ചക്കറികൾ വാദ്യാർ ഒരിക്കലും വിൽപ്പനയ്ക്കായി നൽകാറില്ല. സ്വന്തം ആവശ്യത്തിലും ഉപരിയാകുന്നത് അദ്ദേഹം സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കുമൊക്കെ സമ്മാനിക്കുന്നു. ഒരു ലോറി സമരം വന്നു കഴിഞ്ഞാൽ ഉടനെ പച്ചക്കറിക്ക് ഭയങ്കര വിലയാണ്. ഇത് ഇവിടെ ഉണ്ടാകില്ല. ഇവിടെ നിന്ന് ലോറി സമരം വന്നാൽ ഇവിടെ ലോറി സമരം ഉള്ള സമയത്ത് നമുക്ക് പല ആൾക്കാരും ഇവിടെ വന്ന് ഞങ്ങൾ പച്ചക്കറി കൊടുക്കാറുണ്ട്. ഞാൻ പച്ചക്കറി വിൽക്കാറില്ല. ഇതൊക്കെ എൻ്റെ ആവശ്യം ഓഫീസിലും എൻ്റെ സ്വന്തം ആൾക്കാർക്കോ അയൽക്കൊക്കെ കൊടുക്കാറില്ലാതെ ഞാനിത് വിൽക്കാറൊന്നുമില്ല. ടെറസ് വിളകളിൽ വാദ്യാർക്ക് ഏറ്റവും അധികം സംതൃപ്തി നൽകുന്നത് വിളഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ്റെ ദൃശ്യമാണ്. 4 കുലകളിൽ നിന്നായി ഏതാണ്ട് 200ഓളം തേങ്ങകൾ ഈ തെങ്ങിൽ നിന്ന് ലഭിക്കുന്നു. 6 അടി ചുറ്റളവിലാണ് തെങ്ങിന് തടമെടുത്തിരിക്കുന്നത്. കുമ്മായവും ചാണകവും പിണ്ണാക്കുമാണ് വളമായി നൽകുന്നത്. മാവുകളുടെ കൂട്ടത്തിൽ ഒട്ടുമാവും സിന്ദൂരവുമാണ് കൂടുതലും കൃഷി ചെയ്തിരിക്കുന്നത്. സ്വന്തം കൈകൾ കൊണ്ട് നട്ടുനനച്ച് പ്രകൃതിയുടെ ഗുണമേന്മകൾ ഒട്ടും ചോർന്നു പോകാതെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ സമ്മാനിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. കാർഷിക ശാസ്ത്രത്തിൽ ഉത്തര ബിരുദമെടുത്തതിനു ശേഷമല്ല വാദ്യാർ സ്വന്തം ടെറസിന് മുകളിൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. കൃഷി വായിച്ചു പഠിച്ച് കൃഷിക്കാരനായ ആളാണ് താനെന്ന് പറയാൻ വാദ്യാർക്ക് മടിയില്ല. ഈ അഗ്രികൾച്ചറിനെ സംബന്ധിച്ച് എനിക്ക് ആ രംഗത്ത് വിദ്യാഭ്യാസമൊന്നുമില്ല. ഞാൻ പിന്നെ വിദ്യാഭ്യാസം അതിൽ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ശരിക്ക് പലരുടെയും ഒരിക്കൽ ഞാൻ വർമ്മ എന്നും പറഞ്ഞിട്ട് കർഷകശ്രീ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് വരച്ചിച്ചു. അങ്ങനെ പല ബുക്കും വരുത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് ഓരോന്ന് നോക്കി മനസ്സിലാക്കി ചെയ്യുന്നതാണിത്. അല്ലാതെ ഞാൻ അതിനു വേണ്ടി പഠിച്ചിട്ടില്ല. ഇത് നമുക്ക് പ്രവർത്തിക്കാൻ അനുഭവത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പഠിക്കുന്നു. അത് വെച്ച് ഒന്ന് പരീക്ഷണം. ഇപ്പോൾ തെങ്ങ് ഒരു ബുക്കിലും ഞാൻ കണ്ടിട്ടല്ല തെങ്ങ് കൃഷി ചെയ്ത്. എനിക്ക് ഒരു ആഗ്രഹം തോന്നി തെങ്ങ് കൃഷി ചെയ്യണമെന്നുള്ളത്. കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ജീവിതത്തെ മാറ്റിമറിക്കുമെന്നതിൽ വാദ്യാർക്ക് സന്ദേഹമില്ല. അതേസമയം കൃഷിയെ തളർത്തുന്ന അധികാരികളുടെ സമീപനത്തിൽ അദ്ദേഹത്തിന് നിരാശയുണ്ട്. ഒറ്റപ്പെട്ട കാർഷിക വിജയകഥകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കൃഷി വകുപ്പ് കാണിക്കുന്ന അലംഭാവം വാദ്യാരെ ചൊടിപ്പിക്കുന്നു. മേൽത്തരം നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിലും കർഷകർക്ക് യഥാസമയം സഹായങ്ങൾ എത്തിക്കുന്നതിലും ഉദ്യോഗസ്ഥർ പരാജയമാണെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു. എനിക്ക് ഏറ്റവും ഞാനിതിൽ പരാജയപ്പെട്ടിരിക്കുന്ന വിത്തിലാണ്. ഞാനിവിടെ ആദ്യം തന്നെ ഫ്ലവർ ഷോന് ഒരു കാലത്ത് ആദ്യം തുടങ്ങിയ കാലത്ത് കൊണ്ടുവന്ന് നല്ല വിത്ത് പടവലമൊക്കെ വളരെ നീളമുള്ള പടവലം, അത് കാണാൻ തന്നെ രസമുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കിട്ടിയ വിത്തിൻ്റെ ആ പടവലങ്ങയാണ് ആ കിടക്കുന്നത്. കാരണം വിത്ത് എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. ആ വിത്ത് സംഭരിക്കുന്ന ആൾക്കാരും ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അവർ ശിക്ഷണ നടപടികൾ എടുക്കണം. അവർ വാങ്ങിക്കുന്ന ശമ്പളത്തിൻ്റെതായ ആത്മാർത്ഥമായ ജോലി ചെയ്യാൻ അവരെ കൊണ്ടാവണം. അവർ ചെയ്യിക്കണം. ആദ്യം തലപ്പത്തുള്ളവൻ ചെയ്ത് കാണിക്കണം. ഒരു മനുഷ്യൻ്റെ ആയുസ് വളരെ കുറവേ ഉള്ളൂ. അതിൽ പ്രവർത്തിക്കാനുള്ള ആയുസ് എത്രയുണ്ടെന്നറിയില്ല. ഇതാണ് നമ്മുടെ അത്യുന്നത ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനമെങ്കിൽ ഇവിടെ എങ്ങനെ നമ്മുടെ ആത്മാർത്ഥ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ അവർ വാങ്ങിക്കുന്ന ശമ്പളത്തിൻ്റെ ഒരു 10% ആത്മാർത്ഥത കാണിച്ചാൽ ഇതൊക്കെ വളരെ നന്നാക്കി എടുക്കാൻ പറ്റും.
കൊച്ചി നഗരത്തിൽ ഏതാണ്ട് 10 ലക്ഷം സ്ക്വയർ മീറ്റർ ടെറസ് കൃഷിക്ക് ഉപയുക്തമാണെന്ന് വാദ്യാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലം മുഴുവൻ കൃഷിക്കായി ഉപയോഗപ്പെടുത്തിയാൽ നഗരവാസിക്ക് പിന്നെ പച്ചക്കറികൾക്കായി തമിഴ്നാട്ടിൽ നിന്നും പുലർച്ചെ എത്തുന്ന ലോറികളെ ആശ്രയിക്കേണ്ടി വരില്ല. മലയാളിയുടെ തീന്മേശയിൽ രുചി പകരാനും മലയാളി പെണ്ണിന്റെ മുടിയിൽ സുഗന്ധം വിതറാനും സ്വന്തം ടെറസുകൾ ഉപയോഗപ്പെടുത്തുകയേ വേണ്ടൂ. ടെറസ് കൃഷിക്കായി സൗജന്യമായി സേവനവും സഹായവും നൽകാൻ കൊച്ചിയിൽ വാദ്യാർ തയ്യാറായിരിക്കുന്നു. തൻ്റെ ഓഫീസ് സന്ദർശിക്കുന്നവരോടെല്ലാം അദ്ദേഹം കൃഷിയുടെ മാഹാത്മ്യം വിശദമാക്കുന്നു. റെസിഡൻഷ്യൽ അസോസിയേഷനുകളും സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളുമൊക്കെ ടെറസ് കൃഷിക്ക് സന്നദ്ധമാവണമെന്ന് വാദ്യാർ ഓർമ്മപ്പെടുത്തുന്നു. വീട് നിർമ്മിക്കുമ്പോൾ, കെട്ടിടം പണിയുമ്പോൾ ടെറസിൽ കൃഷിക്കായി ഒരൽപ്പം ഇടം. അവിടെ സ്വന്തം സ്പർശത്തിൽ ഒരു പൂ വിരിയിച്ചെടുക്കുമ്പോൾ, ഒരു മാമ്പഴമോ വലിയൊരു കുമ്പളങ്ങയോ വളർത്തി വലുതാക്കുമ്പോൾ ഓർക്കുക, സ്വയം സ്വാശ്രയത്വം കൈവരിക്കുമ്പോൾ ഒരു നാടിനെ കൂടി നമ്മൾ സ്വാശ്രയമാക്കുകയാണ്. അതുവഴി കോൺക്രീറ്റ് വനങ്ങൾ തട്ടിയെടുത്ത ഈ ഭൂമി നമുക്കൊരിക്കൽ കൂടി വീണ്ടു കിട്ടുകയാണ്. മഹാനായ മസനോബു ഫുക്കുവോക്കയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, പ്രകൃതിയും മനുഷ്യനും ഒന്നാവുകയും ഈ ഭൂമി സസ്യഭോജ്യ സമൃദ്ധമായ പറുദീസയായി മാറുകയും ചെയ്യുമ്പോൾ ഇവിടെ ശാന്തിയും സമാധാനവും തളിർത്തു വരുന്നു. പുല്ലുകൾക്കും വൃക്ഷങ്ങൾക്കും ദേശീയ അതിർത്തികൾ പ്രശ്നമല്ല. വൃക്ഷങ്ങളും പുല്ലുകളും കൃഷി ചെയ്ത് നമുക്ക് ദേശീയ അതിർത്തികളെ നീക്കം ചെയ്യാം. ഇതുമാത്രമാണ് ഭൂമിയെ പച്ചപിടിപ്പിക്കാൻ ഒരേയൊരു വഴി. മണ്ണിൻ്റെ മണമറിഞ്ഞ് കർഷകരുടെ സ്വപ്നങ്ങൾ പങ്കുവച്ച് ഹരിതഭാരതം ഈ യാത്ര തുടരുകയാണ്. ഹരിതഭാരതം